മഴക്കാലമായാലും മല്ലി, മുളക്, ഗോതമ്പ്, റാഗി ഇതെല്ലാം വളരെ ഈസി ആയി തന്നെ ഉണക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയെടുത്ത് വേണം ഇതൊക്കെ പൊടിച്ചെടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്ത് 2-3 പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. മല്ലി ആയാലും മുളകായാലും അത് കഴുകുന്ന സമയം കുതിർന്നു പോകാതെ പെട്ടെന്ന് തന്നെ കഴുകി വാരിയെടുക്കണം. ഇതുപോലൊരു കോട്ടൺ തുണിയിൽ നിരത്തിയിട്ട് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പി മാറ്റുക. ചൂടായ കുക്കറിനുള്ളിൽ ഒരു സ്റ്റാൻഡിന് മുകളിലായി വേണം ഈ മല്ലി വെച്ചു കൊടുക്കാൻ. ഈ സമയം ഫ്ലെയിം ലോയിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുക്കർ അടച്ചു കൊടുത്ത് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. അങ്ങനെ തന്നെ വെച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ തുറന്നു നോക്കുക. നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാം നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ടെന്ന്. കുക്കറിന്റെ നോബ് ഇടാതെ വേണം ഇത് ചെയ്യാൻ. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്ത ശേഷം വേണം മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാൻ. ഇതേപോലെ തന്നെ മുളകും ഏകദേശം 2 മിനിറ്റ് കുക്കറിൽ വെച്ച് കൊടുത്ത് വറുത്തെടുക്കുക. 2 മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ കുറച്ച് സമയം വെച്ചിട്ട് വേണം കുക്കർ തുറന്നു കൊടുക്കാൻ. ഇതും ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക. കണ്ടോ, നമ്മുടെ മുളകും ഏകദേശം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൂടായിരിക്കുന്ന കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് മല്ലി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇങ്ങനെ പൊടിച്ചു വെച്ചാൽ ഒട്ടും പൂത്തു പോകാതെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇതുപോലൊക്കെ മല്ലി വറുത്ത് പൊടിച്ചെടുത്ത് കറി വെച്ചാൽ നമ്മുടെ കറിയുടെ മണം അയൽവക്കത്ത് വരെ പോകും. ഇതിലിട്ട കറിവേപ്പില ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന അളവാണ് മല്ലി മൂക്കുന്ന കണക്ക്. ഇതൊന്ന് നിരത്തി കൊടുത്ത് ചൂടൊന്ന് കുറഞ്ഞ ശേഷം വേണം മിക്സിയിൽ പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലും ഇതുപോലെ തന്നെ മഴക്കാലത്ത് മല്ലിയും മുളകും ഒക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാം. 180 ഡിഗ്രിയിൽ 4-5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റിന് ശേഷം പുറത്തെടുത്ത് പെട്ടെന്ന് തന്നെ നിരത്തി കൊടുക്കണം. ഇങ്ങനെ വറുത്തെടുത്താലും നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും. കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ പൊടിച്ചെടുക്കാം. ഇങ്ങനെ കുറച്ചൊക്കെ പൊടിച്ചു വെച്ചാൽ പൊടിക്ക് നല്ല മണവും കിട്ടും. മുളകും ഇതുപോലെ തന്നെ 5 മിനിറ്റ് ഓവനിൽ വെച്ച ശേഷം പുറത്തെടുത്ത് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതും ചെറിയ ചൂടോട് തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള പൊടി കിട്ടും. കണ്ടോ, മുളകെല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ ഓവൻ ഉള്ളവർക്ക് ഈ മെത്തേഡും ചെയ്തു നോക്കാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടോ, കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്.